ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രപ്വൈസ്. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹലോ എവരിവൺ, വെൽക്കം ടു പ്രപ്വൈസ്. എൻ്റെ പേര് നൂർ. നമ്മൾ ഇന്ന് ടാർഗറ്റ് CUET 2024 ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ സീരീസിന്റെ പൊളിറ്റിക്കൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ 2023 CUET ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷന്റെ പാറ്റേണിൽ നിന്ന് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിന്ന് 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 50 ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം തന്നെ അതിന്റെ സൊല്യൂഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസിന് മെയിൻ സബ്ജക്റ്റായി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു എക്സസൈസ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ. അപ്പോൾ പരമാവധി എല്ലാവരും പൂർണ്ണമായി ഇത് എക്സസൈസ് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസിന്റെ അഡീഷണൽ ഇൻഫോർമേഷൻസിനെ കുറിച്ച് വായിക്കുക. ഓൺലൈൻ സോഴ്സസിൽ നിന്നും NCERT-ൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം മനസ്സിലാക്കുക. സോ നമ്മളിന്ന് പറഞ്ഞ പോലെ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് വൈകാതെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ഇയർ ദ ലോങ് ഫേസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ബിഗാൻ ഇൻ ഇന്ത്യ? നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, LPG റിഫോംസ്, അത് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്കിൽ വളരെയധികം ചേഞ്ച് ഉണ്ടായാൽ ഇന്ത്യയിൽ ലിബറൽ ഡെമോക്രസി ആവുന്നതിന്റെ ഏറ്റവും വലിയൊരു പങ്കുവഹിച്ച ഒരു പ്രക്രിയയായിരുന്നു LPG റിഫോംസ്. അത് ഏത് വർഷമാണ് നടപ്പിലായത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 1977, 1984, 1989, 1991. 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ആൻസർ ഈസ് 1991. 1991 ഇന്ത്യയിൽ LPG റിഫോംസ് നടപ്പിലാകുന്നത്. മൻമോഹൻ സിംഗ് ആയിരുന്നു അപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ അതിന്റെ സോഷ്യലിസ്റ്റ് ട്രഡീഷനിൽ നിന്ന് മാറി ഒരു ക്യാപിറ്റലിസ്റ്റ് ട്രഡീഷനിലേക്കുള്ള ഒരു റിലേഷൻ അധികരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയായിരുന്നു LPG റിഫോംസ്. 1991 അത് നടപ്പിലാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ 1967 various non-Congress parties came forward to form a joint legislative party called the... 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. 1967 വിവിധ കോൺഗ്രസ് ഒഴികെയുള്ള കുറെ പാർട്ടികൾ ചേർന്നിട്ട് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി, ജോയിന്റ് ലെജിസ്ലേറ്റീവ് പാർട്ടി ഫോം ആവുന്നുണ്ട്. ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഏതൊരു സഖ്യങ്ങൾ കൂടിയിട്ട് പാർട്ടി ഫോം ചെയ്യുന്നുണ്ട്. അത് ഏതാണ് എന്നാണ് നമുക്കുള്ള ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, സംയുക്ത വിധായക് ദൾ, SVD ആണ് ഫോം ചെയ്യുന്നത്. 1967. വർഷം നോട്ട് ചെയ്യുക, 1967. നമുക്ക് ഉള്ള വേറെ ഓപ്ഷൻസ് BJP ഉണ്ട്, യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ട്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഉണ്ട്. സോ 4 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഉത്തരം സംയുക്ത വിധായക് ദൾ, SVD ആണ് ഫോം ചെയ്യുന്നത് 1967. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ലിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ബേസിക്കലി മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ കോളത്തിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെവല്യൂഷൻ, സ്റ്റുഡന്റ് മൂവ്മെന്റ്സ്, റെയിൽവേ സ്ട്രൈക്ക് ഓഫ് 1974, ഗരീബി ഹട്ടാവോ. രണ്ടാമത്തെ കോളത്തിൽ നിൽക്കുന്നത് ജയപ്രകാശ് നാരായൺ, ഗുജറാത്ത് ആൻഡ് ബീഹാർ, ജോർജ് ഫെർണാണ്ടസ്, ഇന്ദിരാഗാന്ധി. സോ ഇത് ബേസിക്കലി ഈ പറയുന്ന ഫസ്റ്റ് ലിസ്റ്റിലുള്ള റെവല്യൂഷണറി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള മൂവ്മെന്റ്സ്, സോഷ്യൽ മൂവ്മെന്റ്സ്, അത് ഈ രണ്ടാമത്തെ കോളത്തിൽ കൊടുക്കുന്ന ഏത് വ്യക്തിയുടെ കൂടെയാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തിനാണോ റിലേറ്റഡ് ആയിരിക്കുന്നതെന്നാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ള ചോദ്യം. ഫസ്റ്റത്തെ നോക്കാം നമുക്ക്. ഇപ്പോൾ ടോട്ടൽ റെവല്യൂഷൻ ഇതിനകത്ത് ഏതുമായി കണക്ട് ചെയ്യാൻ നോക്കണം. സ്റ്റുഡന്റ് മൂവ്മെന്റ്സ് ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കണം. റെയിൽവേ സ്ട്രൈക്ക് ആൻഡ് ഗരീബ് ഹട്ടാവോ. ഇതിനകത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കാം. A1 എന്ന് പറയുമ്പോൾ ടോട്ടൽ റെവല്യൂഷൻ, ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ ഒരു JP മൂവ്മെന്റ് നടക്കുന്നത് ഇന്ത്യയുടെ ഒരു വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു JP മൂവ്മെന്റ്. അത് കോൺഗ്രസിന് ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടി ആയ കോൺഗ്രസിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു
ജയപ്രകാശ് നാരായണന്റെ കീഴിൽ പ്രവർത്തിച്ച JP മൂവ്മെന്റ്. അത് ടോട്ടൽ റവല്യൂഷൻ എന്നുള്ളതായിരുന്നു അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. വിദ്യാർത്ഥികളും തൊഴിലാളികളും കർഷകരൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് ആയിരുന്നു JP മൂവ്മെന്റ്. അതിനെ അടുത്തത് സ്റ്റുഡന്റ് മൂവ്മെന്റ്സ് ഗുജറാത്ത് ആൻഡ് ബീഹാർ. ഇതിന്റെ ഭാഗമായി തന്നെ ബീഹാറിലും ഗുജറാത്തിലും ഒരുപാട് സ്റ്റുഡന്റ് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ പല പല ഇൻസിഡൻസ് നടക്കുന്നുണ്ട് സ്റ്റുഡന്റ് മൂവ്മെന്റ്. ഓപ്ഷൻ സിയിലെ ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന 3 ആണ്. റെയിൽവേ സ്ട്രൈക്ക് 1974 ജോർജ് ഫെർണാണ്ടസ്. നമ്മൾ ഇത് മുമ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്ട്രൈക്ക് 1974 എന്ന് പറയുന്നത് ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഒരു ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 17 ദിവസത്തോളം ഇന്ത്യൻ റെയിൽവേ ബന്ദ് നടത്തി ഇന്ദിരാഗാന്ധിക്കെതിരെ നടന്നൊരു പ്രതിഷേധമായിരുന്നു. അപ്പോൾ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമരം കൂടിയായിരുന്നു. ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധിയാണ് ഒബ്വിയസ്ലി ഓപ്ഷൻ വരുന്നത്. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഗരീബി ഹട്ടാവോ അഥവാ പട്ടിണി അകറ്റുക എന്നുള്ള, പട്ടിണി ഇല്ലാതാക്കുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ ഒരു സ്ലോഗനാണ് ഗരീബി ഹട്ടാവോ. അത് ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ ഉപയോഗിച്ച സ്ലോഗനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ഓഫ് 1989 വാസ് ലെഡ് ബൈ. നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്നത് 1989 നടന്ന ഒരു ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ ലൈക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഒരു സോഷ്യൽ പുതിയൊരു പാർട്ടിയാണ്, ഒരു അലയൻസ് ആണ്. അപ്പോൾ അത് ആരായിരുന്നു അതിനെ ലീഡ് ചെയ്തിരുന്നത്? 1989 കോൺഗ്രസിനെതിരെയുള്ളൊരു അലയൻസ് ആയിരുന്നു. അത് ലീഡ് ചെയ്തിരുന്നത് ആരായിരുന്നു എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. CV നരസിംഹറാവു, AB വാജ്പേയി, ചന്ദ്രശേഖർ ആൻഡ് ഓപ്ഷൻ D VP സിംഗ്. നമ്മുടെ ഉത്തരം നോക്കാം. നരസിംഹറാവു, വാജ്പേയി, ചന്ദ്രശേഖർ, VP സിംഗ്. ഉത്തരം VP സിംഗ് ആണ് ഓപ്ഷൻ. നാഷണൽ ഫ്രണ്ട് 1989 ഫോം ചെയ്യുമ്പോൾ അതിനെ ലീഡ് ചെയ്യുന്ന 89 മുതൽ 90 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു VP സിംഗ് ആയിരുന്നു. ചന്ദ്രശേഖർ ആണ് VP സിംഗിനെ ഫോളോ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ ഹൂസ് ലീഡർഷിപ്പ് the peasants in Telangana region of Andhra Pradesh organized a massive agitation and demanded for the redistribution of land to the cultivators. ഇത് നമുക്ക് ആന്ധ്രാപ്രദേശിൽ, യുണൈറ്റഡ് ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഉൾപ്പെടെയുള്ള റീജിയനിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഒരു കർഷക സമരം നടക്കുന്നുണ്ട്. ഒരു ആംഡ് റെബല്യൻ ആയിരുന്നു, ആയുധം ഏന്തിക്കൊണ്ടുള്ള ഒരു കർഷക സമരമായിരുന്നു. അതിൽ ഈ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അതായത് ജന്മികളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിന്റെ കയ്യിലിരിക്കുന്ന ലാൻഡ് കർഷകർക്കും സാധാരണക്കാർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. ഇത് ലീഡ് ചെയ്തത് ആരായിരുന്നു എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ആണ്. നക്സലൈറ്റ്, ട്രേഡ് യൂണിയൻസ്, സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 4 ഓപ്ഷൻസ് ആണുള്ളത്. ആൻസർ ഓപ്ഷൻ D ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നക്സലൈറ്റ്സ്, ട്രേഡ് യൂണിയൻ, സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The alliance of Janata Party and some regional parties which came to power in the year 1989 was known as. നമുക്കറിയാം 1989 ഒരു കോൺഗ്രസിനെതിരെ ഒരു ജനതാ പാർട്ടിയുടെ കീഴിൽ സം റീജിയണൽ പാർട്ടീസിന്റെ സഹായത്തോടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 1989 ആ ഒരു അലയൻസിന്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്തതാണ്. മുമ്പൊരു ക്വസ്റ്റ്യൻ. നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ആണ് ഉത്തരം. നമുക്കുള്ള മറ്റുള്ള ഓപ്ഷൻസ് യുണൈറ്റഡ് ഫ്രണ്ട്, UPA, ദ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ആൻഡ് NDA അറിയാം. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ അലയൻസ് ആണ് NDA. UPA 2004 ഫോം ചെയ്ത അലയൻസ് ആണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. യുണൈറ്റഡ് ഫ്രണ്ട് 90s അവസാനത്തിലാണ് നിലവിലുണ്ടായത്. സോ നമ്മുടെ ആൻസർ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് 1989. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The following statement was given by which leader? The statement ആണ് വന്നിരിക്കുന്നത്. So statement ഇതാണ്: Tomorrow we shall be free from the slavery of British domination, but at midnight India will be partitioned. Tomorrow will thus be a day of rejoicing as well as of mourning. അതായത് നാളെ നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചിതരാവുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെടുകയാണ് അതേസമയം. അതുകൊണ്ട് നാളെ ഒരേ സമയം സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ദിവസമാണ് എന്നുള്ളതാണ് ആ വ്യക്തി
പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഓപ്ഷൻ ബി മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയാൻ സാധ്യത ഉണ്ടായിരിക്കുക എന്ന് നോക്കുക. അപ്പോൾ 4 പേരും ഇതിനകത്ത് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും ഈ പറയുന്ന പാർട്ടീഷനെ അനുകൂലിക്കാത്ത ആളുകളായിരുന്നു. മുഹമ്മദ് അലി ജിന്ന അനുകൂലിച്ച ആളായിരുന്നു. പക്ഷെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന 3 പേരിൽ ആര് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി നമുക്കറിയാം പാർട്ടീഷന്റെ സമയത്ത് പ്രസന്റ് അല്ലായിരുന്നു അദ്ദേഹം. ഹി വാസ് ഇൻ കൽക്കട്ട. മഹാത്മാഗാന്ധി അറൈവ്ഡ് ഇൻ സിറ്റി ഓഫ് ഓഗസ്റ്റ് 15 തീയതിയാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഓഗസ്റ്റ് 9, 1947 ഗാന്ധിജി കൽക്കത്തയിൽ എത്തുന്നുണ്ട്. അദ്ദേഹം അത് കൽക്കത്തയിൽ ഇപ്പോൾ നവകാലി എന്ന് പറയുന്ന, നമുക്കറിയാം ഇന്ത്യ ഈസ്റ്റേൺ പാകിസ്ഥാൻ ആൻഡ് വെസ്റ്റേൺ പാകിസ്ഥാൻ ആയിട്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് വിഭജിക്കപ്പെടുന്നത്. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശാണ്. അപ്പൊ ഈ ബംഗ്ലാദേശിലെ ഒരു ഭാഗമായിരുന്നു നവകാലി. നവകാലിയിൽ ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയതിനെ തുടർന്ന് അവിടുത്തെ കാര്യങ്ങൾ സമാധാനപരമായി നോക്കിക്കാണാൻ വേണ്ടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുമ്പോൾ ഗാന്ധിജി ഉണ്ടായിരുന്നത് നവഖാലിയിലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. 1947 ഓഗസ്റ്റ് 9 ഗാന്ധിജി കൊൽക്കത്തയിൽ എത്തിച്ചേർന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി വാസ് ബ്രോക്കൺ ഇൻ വിച്ച് ഇയർ? കോൺഗ്രസ് പാർട്ടി നമുക്കറിയാം ഒരു തുടങ്ങുന്നത് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിട്ടാണ്. ഒരു മാസ് പാർട്ടി ആയിരുന്നു. ഒരു ഇന്ത്യയുടെ ഒരു നാഷണൽ പ്ലാറ്റ്ഫോം ആയിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വളരെയധികം ഒരു വൺ പാർട്ടി ഡോമിനന്റ് ആയിട്ടുള്ള, വേറൊരു ചാലഞ്ച് ചെയ്യാൻ ആരുമില്ലാത്ത രീതിയിലാണ് ഈ കോൺഗ്രസ് പാർട്ടി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഭരിച്ചിരുന്നത്. അപ്പോൾ അതിന് മാറ്റമുണ്ടായത് വൺ പാർട്ടി ഡോമിനൻസ്, അതിന്റെ ആ ഏക ഒരു സ്വഭാവത്തെ തകർത്ത് കളഞ്ഞ വർഷം ഏതായിരുന്നു എന്നാണ് നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം. ഉത്തരം 1957 ആണ്. നമുക്കുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1951, ഓപ്ഷൻ ബി 1957, ഓപ്ഷൻ സി 1962, ഓപ്ഷൻ ഡി 1967. ഉത്തരം 1957 ആണ്. കാരണം 1957 കേരളത്തിലാണ് ഈ പറയുന്ന ഡോമിനൻസ് ആദ്യമായി തകർക്കപ്പെടുന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരണത്തിൽ വരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ വൺ പാർട്ടി ഡോമിനൻസ് അവിടെ ഇന്ത്യയിൽ ആദ്യമായി ചാലഞ്ച് ചെയ്യപ്പെടുക 1957 ആണ് ഉത്തരം. 1951, 57, 62, 67. ഉത്തരം 57. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് നേരത്തെ വന്നിരിക്കുന്ന പോലെ ഒരു മാച്ച് ഫോളോയിങ് ആണ്. അപ്പം നമുക്ക് 4 ഇൻസിഡൻസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പേരുകൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസിന്റെ പേര് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് അത് ഫോം ആയിട്ടുള്ള, അത് നടന്നിട്ടുള്ള വർഷങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് കോളം നമുക്ക് വായിക്കാം. ഷാബാനോ കേസ്, ഫോർമേഷൻ ഓഫ് BJP, ഫോർമേഷൻ ഓഫ് BAMCF. ആൻസർ ഓപ്ഷൻ ഡി, ജനതാ പാർട്ടി ഗവൺമെന്റ്. അപ്പോൾ 4 ഓപ്ഷനാണ് ഉള്ളത്. സെക്കൻഡ് കോളത്തിൽ 1977, 1978, 1980, 1985. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ വർഷമായിട്ടുണ്ടെങ്കിൽ A2 ആണ്. അപ്പോൾ ഷാബാനോ കേസ് നടക്കുന്നത് 1978. ഷാബാനോ കേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വളരെയധികം ഒരു പൊളിറ്റിക്കൽ ആൻഡ് ജുഡീഷ്യൽ സോഷ്യൽ ഇമ്പാക്ട്സ് ഒക്കെ ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട കേസാണ് ഷാബാനോ കേസ്. അത് ട്രിപ്പിൾ തലാഖിന്റെ ഒരു ഷാബാനോ എന്ന് പറയുന്ന സ്ത്രീ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്, അത് കോഡ് ബിൽ, റിലീജിയസ് കോഡ് ബില്ലിനെയൊക്കെ, ഒരു മതപരമായിട്ടുള്ള കോഡ് ബിൽസിനെയൊക്കെ ചാലഞ്ച് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ കൺസർവ് ചെയ്യണോ അല്ലെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള ഡിബേറ്റ്സ് എല്ലാം രാജ്യത്ത് ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട കേസായിരുന്നു. ഷാബാനോ കേസ് നടക്കുന്നത് 1978. ഫോർമേഷൻ ഓഫ് BJP നടക്കുന്നത് 1977. ഓപ്ഷൻ സി
ഫോർമേഷൻ ഓഫ് ബാംസഫ് അത് 1980-ലാണ് നടക്കുന്നത്. അത് കാഞ്ചിറാം എന്ന് പറയുന്ന ഒരു ദലിത് ലീഡർ, അദ്ദേഹം ദലിത് ആദ്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ദലിത്സ് ആൻഡ് ബഹുജൻസ് നടത്തിയ ഒരു വ്യക്തിയാണ് കാഞ്ചിറാം. അദ്ദേഹത്തിന്റെ പിൻപറ്റിയാണ് പിന്നീട് ബഹുജൻ സമാജ് പാർട്ടി, സമാജ്വാദി പാർട്ടിയൊക്കെ ഉണ്ടാവുന്നത് ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ. അപ്പോൾ അത് ഉണ്ടാവുന്നത് 98-ലാണ്. ജനതാ പാർട്ടി ഗവൺമെന്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒബ്വിയസ്ലി ആൻസർ 1985. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഷിംല അഗ്രിമെന്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് സുൽഫിക്കർ അലി ഭൂട്ടോ ഓൺ 4 ഡേറ്റ്സ് വന്നിട്ടുണ്ട്, വർഷം. ഷിംല അഗ്രിമെന്റ് ഇന്ദിരാഗാന്ധി സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആയിരുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പോ ഷിംല അഗ്രിമെന്റ് നടക്കുന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. ഉത്തരങ്ങൾ, ഓപ്ഷൻസ്: ജൂലൈ 3, 1973, ജൂലൈ 3, 1972, ജൂലൈ 3, 1971, ജൂലൈ 3, 1970. 4 സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം ജൂലൈ 3, 1972. അപ്പോ the formal agreement to end the hostilities between the countries and lay down a comprehensive plan of peaceful relation. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ലീഡേഴ്സ് ആയിരുന്നു. അവര് ഒരുമിച്ച് വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അക്രമങ്ങളും പ്രത്യാക്രമണങ്ങളും നിർത്തി ഒരു സമാധാന അന്തരീക്ഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഷിംല അഗ്രിമെന്റ് 1972 ജൂലൈ 3 നടപ്പിലാവുന്നത്.